സന്ധ്യപ്രഭ നമുക്കിപ്പോൾ ഉണ്ട്. സന്ധ്യ, ഇന്നലെ നമ്മൾ ഈ സംഭവം നടന്ന ഉടനെ നമ്മൾ വാർത്തയൊക്കെ പങ്കുവെച്ചാണ്. ഇപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ ട്രക്ക് അതിൽ നിന്ന് എടുത്തത്, ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ അവിടുത്തെ മനസ്സിലായോ? ആ കുഴി നികത്താനുള്ള പരിപാടികളൊക്കെ തുടങ്ങി കാണുമല്ലേ? ദിവിഷ്, ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പറഞ്ഞ നേരത്തെ ഈ കാര്യത്തിലേക്ക് ഞാൻ വരാം, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഭാഗ്യം, അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് ഈ ദൃശ്യങ്ങളല്ലേ. കാരണം ഈ ഒരു ഗർത്തം രൂപപ്പെടുന്നത് പൂനെ ബുധവാർപേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അവിടുത്തെ പോസ്റ്റ് ഓഫീസ് പരിസരത്തെ ഒരു പാർക്കിംഗ് ഏരിയയിലാണ് ഇങ്ങനൊരു ഗർത്തം രൂപപ്പെടുന്നത്. ആ സമയത്ത് അവിടുത്തെ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാൻ വന്ന മുനിസിപ്പാലിറ്റിയുടെ ട്രക്കാണ് ഈ ഗർത്തത്തിലേക്ക് വീഴുന്നത്. 25 അടി താഴ്ചയിലാണ് ഈ ഒരു ഗർത്തം രൂപപ്പെടുന്നത്. പക്ഷേ ഈ ട്രക്ക് പൂർണ്ണമായും ആ ഗർത്തത്തിലേക്ക് വീണില്ല. അതോടൊപ്പം തന്നെ ആ വീഴുന്ന സമയത്ത് തന്നെ ഈ ഡ്രൈവർ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്ന രംഗങ്ങളുമാണ് നമ്മൾ കാണുന്നത്. ഇത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ആ മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞത്. അതോടൊപ്പം ആ ട്രക്ക് പൂർണ്ണമായും ആ ഗർത്തത്തിലേക്ക് താഴ്ന്നു പോയതുമില്ല. ആ പരിസരത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റു 2 ബൈക്കുകൾ ആ ഗർത്തത്തിലേക്ക് വീണുപോയി. പിന്നീട് ഫയർഫോഴ്സ് അധികൃതരാണ് വന്ന് ഈ ബൈക്കൊക്കെ പുറത്തെത്തിക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഗർത്തം രൂപപ്പെടുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഗർത്തം രൂപപ്പെട്ടു എന്നത് ഫയർഫോഴ്സ് അധികൃതർക്കും പറയാൻ കഴിയുന്നില്ല. എന്ത് പ്രതിഭാസമാണ്, ഈ ഭൂമിയിൽ എന്ത് സമ്മർദ്ദം ഉണ്ടായിട്ടാണ്, ഭൂമിയുടെ അടിയിൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടാണോ ഇത്തരത്തിലൊരു ഗർത്തം രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ഒന്നുകിൽ ഈ മുൻപ് കിണറങ്ങാനും ഉണ്ടായിരുന്ന ഒരു ഭാഗത്തായിരിക്കാം ഈ ഒരു പാർക്കിംഗ് ഏരിയ നിർമ്മിച്ചത്, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നും പ്രഥമ ദൃഷ്ടിയാൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അതിലും ഒരു ഉറപ്പ് വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ആ ഡ്രൈവർ രക്ഷപ്പെട്ടു. മറ്റാൾക്കാർക്ക് ആർക്കും ഒരു അപായവും സംഭവിച്ചിട്ടില്ല. മറ്റൊരു കാര്യം ദിവിഷ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനൊരു ഗർത്തം പ്രത്യേകിച്ച് റോഡിലോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെങ്ങാനും ഇത്തരത്തിലൊരു ഗർത്തം രൂപപ്പെട്ടാൽ നമ്മൾ ആരാണെങ്കിലും ഒന്ന് ഭയപ്പെടും അല്ലേ. ഇനിയും കൂടുതൽ ഗർത്തം രൂപപ്പെടാൻ ഉണ്ടാവുമെന്ന് പേടിച്ച് നമ്മൾ ആരും അങ്ങോട്ടേക്ക് പോകാൻ പോലും ധൈര്യം കാണിക്കില്ല. പക്ഷേ ഈ ട്രക്ക് വീഴുന്ന സമയത്ത് അതിലെ ഡ്രൈവർ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ വേഗം ഓടിച്ചെല്ലുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം അദ്ദേഹം കാണിച്ചൊരു ധൈര്യമുണ്ട്. വേഗം പോയി ആ ഡ്രൈവറെ വലിച്ചു കയറ്റാൻ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ആ മനുഷ്യനെ കൂടി ഈ സമയം അഭിനന്ദിക്കുകയാണ്. എന്തായാലും ആർക്കും ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. ഇത്തരം ഈ റോഡുകളിലൊക്കെ ഗർത്തം രൂപപ്പെടുന്നത് നമ്മുടെ നാട്ടിലും കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇതെന്തുകൊണ്ടാണ് രൂപപ്പെട്ടത് എന്നതിൽ കൃത്യമായ ഒരു ഉത്തരം. വലിയ വാഹനമായതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രൈവർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റിയത്. ചെറിയ കാറുകൾ അല്ലെങ്കിൽ 2 വീലറുകൾ മാത്രമാണ് പോയെങ്കിൽ ചിലപ്പോൾ അപകടം അല്ലെങ്കിൽ മരണം പോലും സംഭവിക്കാവുന്ന അപകടമായിരുന്നു. എന്തായാലും ആളുകൾക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് വലിയ ആശ്വാസം. പക്ഷേ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്.